സംസ്ഥാനത്ത് പലയിടത്തും പെരുമഴയും മഴക്കെടുതിയും രൂക്ഷമായി തുടരുകയാണ്. ഇന്നലെ മാത്രം മഴക്കെടുതിയിൽ 7 പേർക്കാണ് വിവിധയിടങ്ങളിലായി ജീവൻ നഷ്ടപ്പെട്ടത്. ഇന്നും കനത്ത മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ്. വയനാട് കൽപ്പറ്റ ബൈപ്പാസിന് മുകളിലെ മലയിൽ ഉരുൾപൊട്ടൽ ഉണ്ടായി എന്ന് സംശയം. ചെളിയും വെള്ളവും റോഡിലേക്ക് ഒഴുകുകയാണ്. കണ്ണൂർ വയനാട് പാതയിൽ പാൽച്ചുരത്തിൽ മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ടു. വിവിധയിടങ്ങളിൽ നിന്ന് നമ്മുടെ റിപ്പോർട്ടർമാരെല്ലാവരും ഒപ്പം ചേരുന്നുണ്ട്. വയനാട് നിന്ന് കമൽ ഉണ്ട്, മൂന്നാറിൽ നിന്ന് അരുൺ ശങ്കർ ഉണ്ട്. ഇവരിലേക്കൊക്കെ നമുക്ക് പോവാം. ഏറ്റവും ആദ്യം വയനാട് കൽപ്പറ്റയിൽ നിന്നും കമൽ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. കമൽ, ഗുഡ് മോർണിംഗ്. ഈ വയനാട്ടിലെ മഴ എത്രത്തോളം ആഘാതം ഉണ്ടാക്കിയിട്ടുണ്ട്? എന്തൊക്കെ ദുരിതങ്ങളാണ് മഴയിൽ ഉണ്ടായിട്ടുള്ളത്? കമൽ, ഇപ്പോഴും മഴ തുടർച്ചയായി തന്നെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ? മോത്തി, മഴയ്ക്ക് ശമനമുണ്ട്. ഇന്നലെ രാത്രി പെയ്ത കനത്ത മഴയിൽ കൽപ്പറ്റ ബൈപ്പാസിന് മുകളിൽ നിന്ന് മലവെള്ളപ്പാച്ചിലുണ്ടായി. ആ വെള്ളം ഒഴുകി വരുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇപ്പോൾ ഫയർഫോഴ്സ് സേനാംഗങ്ങളെ എത്തി ആ വെള്ളം റോഡിലേക്ക് ഒഴുകാതെ തിരിച്ചുവിടുന്ന ദൃശ്യങ്ങളൊക്കെയാണ് കാണുന്നത്. ഇതായിരുന്നില്ല രാവിലത്തെ സ്ഥിതി. ഏതാണ്ട് 2 മണിയോടെ വലിയ രീതിയിൽ ചെളിയും കല്ലുകളും ബൈപ്പാസ് റോഡിലേക്ക് ഒഴുകിയെത്തി ഗതാഗതമടക്കം തടസ്സപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. പിന്നീട് ഫയർഫോഴ്സ് എത്തി JCB ഉപയോഗിച്ച് ചെളി മാറ്റുകയായിരുന്നു. ഇപ്പോൾ വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞിട്ടുണ്ട്. എങ്കിൽ കൂടി ഇതൊരു ചെറിയ നീർച്ചാൽ മാത്രമായിരുന്നു. അതിലെയാണ് ഇത്രയധികം വെള്ളം ഇപ്പോൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ രാവിലെ 2 മണിയോടെ ഈ മുകളിൽ ഉരുൾപൊട്ടിയെന്ന് സംശയിക്കുന്ന സമയത്ത് വലിയ രീതിയിലുള്ള മലവെള്ളപ്പാച്ചിലാണ് ഉണ്ടായിരുന്നത്. ഏതാണ്ട് റോഡ് നിറഞ്ഞ വെള്ളവും പാറക്കല്ലുകളും ചെളിയും ഒക്കെ ഒഴുകി. ആ സമയത്ത് തന്നെ പോലീസും ഫയർഫോഴ്സും ഒക്കെ എത്തി ഗതാഗതം നിയന്ത്രിച്ചു. JCB ഉപയോഗിച്ച ചെളി മാറ്റി. ഇപ്പോഴെന്തായാലും ഗതാഗതത്തിന് തടസ്സമില്ല. മഴയ്ക്കും അല്പം ശമനമുണ്ട്. ഇടവിട്ട് മാത്രമാണ് മഴ പെയ്യുന്നത്. എന്താണെങ്കിലും ഈ വെള്ളം ഇപ്പോഴും മുകളിൽ നിന്ന് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ വെള്ളം കുത്തിയൊലിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. മോത്തി, കമൽ, ഇത് ഉരുൾപൊട്ടിയത് തന്നെ എന്ന കാര്യത്തിൽ എന്തെങ്കിലും ഒരു സ്ഥിരീകരണം അധികൃതരുടെ ഭാഗത്ത് നിന്ന് നമുക്ക് ലഭിക്കാൻ സാധ്യതയുണ്ടോ? മോത്തി, മുകളിൽ ചെറിയ രീതിയിൽ വെള്ളം കെട്ടി നിൽക്കുന്ന തടാകം പോലെയും പഴയ ഒരു കോറിയിലൊക്കെ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട്. അവിടെ എവിടെയെങ്കിലും ആ വെള്ളം അവിടെ നിന്ന് കെട്ട് പൊട്ടി കുത്തിയൊലിച്ച് വന്നതാണോ എന്ന് ഈ ഘട്ടത്തിൽ സംശയമുണ്ട്. അതല്ലെങ്കിൽ ഉരുൾപൊട്ടലാകാം. പക്ഷേ എന്തായാലും വലിയ രീതിയിൽ വെള്ളം മലമുകളിൽ നിന്ന് രാത്രി പുലർച്ചയോടെ ഒഴുകി എന്നതാണ് ഈ സമയത്ത് നൽകാൻ കഴിയുക. അതൊരു ഉരുൾപൊട്ടൽ തന്നെയാണോ എന്നത് പരിശോധനയ്ക്ക് ശേഷമൊക്കെ ആയിരിക്കും പറയാൻ കഴിയുക. എന്താണെങ്കിലും വലിയ രീതിയിൽ മലവെള്ളപ്പാച്ചിലുണ്ടായി. പാറയും ചെളിയുമൊക്കെ ഒഴുകി റോട്ടിലേക്ക് എത്തി. ജില്ലയിൽ എന്തൊക്കെ ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് കമൽ നൽകിയിട്ടുള്ളത്? ഇന്ന് അവധിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്തൊക്കെയാണ്? അവധി അടക്കം ഇന്ന് അവധി നൽകിയിട്ടുണ്ട്. മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി നൽകിയിട്ടുണ്ട്. മറ്റ് ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. കൽപ്പറ്റ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ഐസക്കാണുള്ളത്. ഇത് 2 മണിക്കാണ്. ഇത് എന്താ മുകളിൽ സംഭവിച്ചതെന്ന് എന്തെങ്കിലും വിവരം പോലീസോ ഫയർഫോഴ്സോ നൽകുന്നുണ്ടോ? ഇന്ന് രാവിലെയാണ് ഇങ്ങനെ മണ്ണിടിച്ചിലുണ്ടായി വെള്ളം അതിശക്തമായി ബൈപ്പാസിലേക്ക് ഒഴുകുന്നു എന്ന വിവരം ലഭിച്ചത്. ഈ വെള്ളം ഒഴുകി വരുന്ന സ്ഥലത്ത് ഒരു വലിയ കുളം, അവിടെ ഒരു ക്വാറി ഉണ്ടായിരുന്നു. ഒരു ക്വാറി മൈനിങ് നടത്തി അവിടെ ഒരു വെള്ളക്കെട്ട് ഉണ്ടായിരുന്നു. ഈ വെള്ളം ഒഴുകി വരുന്ന വഴിയിലൂടെ തന്നെ അവിടെ ഫോറസ്റ്റ് വനമേഖലയാണ്. അവിടെ നടന്ന് കയറി ചെന്നാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ യഥാർത്ഥ കാരണം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഒരുപക്ഷെ മലയിൽ എവിടെയെങ്കിലും മണ്ണിടിച്ചിലുണ്ടാകാൻ സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ ഒരുപക്ഷെ ഈ മുകളിലുണ്ടായിരുന്ന ഈ കുളം, ആ കുളത്തിൽ നിന്ന് ഏതെങ്കിലും രീതിയിൽ പൊട്ടി ആ കുളം പൊട്ടി വെള്ളം ഒഴുകി വരുന്നാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ആൾക്കാരില്ലല്ലോ മുകളിൽ. നമ്മൾ നേരത്തെ ഉണ്ടായിരുന്നവരെയൊക്കെ മാറ്റി പാർപ്പിച്ചല്ലേ, പണ്ടുണ്ടായിരുന്നവരെ? ഇല്ല, ഇപ്പോൾ ഇവിടെ താമസമില്ല. ആൾ താമസമുള്ള മേഖലയല്ല, ജനങ്ങൾ താമസമില്ലാത്ത പ്രദേശമാണ്. നിലവിലൊരു ആശങ്കയുടെ സാഹചര്യമൊന്നുമില്ലല്ലോ? ആശങ്കയുടെ സാഹചര്യമില്ല. ഇപ്പോൾ ഫയർഫോഴ്സും പോലീസും വന്ന് ഇവിടെ ഈ രീതിയിലൊരു ക്രമീകരണം നടത്തിയതുകൊണ്ട് ഇപ്പോൾ റോഡിലൂടെയുള്ള ശക്തമായ ഒഴുക്ക് കുറഞ്ഞിട്ടുണ്ട്. കൽപ്പറ്റ നഗരസഭാ ചെയർമാൻ അഡ്വക്കേറ്റ് ഐസക്കാണ് നമ്മളോട് സംസാരിച്ചത്. എന്തായാലും നിലവിൽ ആശങ്കയുടെ സാഹചര്യം ഇല്ല. നീരൊഴുക്ക് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ മുകളിൽ എന്താണ് സംഭവിച്ചത്? ഈ പറഞ്ഞതുപോലെ ഒരു വെള്ളക്കെട്ട് പൊട്ടി, വെള്ളം കെട്ടിനിന്ന ഒരു ഭാഗത്ത് നിന്ന് പൊട്ടി പെട്ടെന്ന് താഴേക്ക് ഒഴുകിയതാണോ എന്ന രീതിയിലുള്ള ഒരു സംശയവുമുണ്ട്. പൂർണ്ണമായും ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണോ മേഖലയിൽ?
ബൈപ്പാസിലൂടെ ഇപ്പോൾ ഗതാഗതം ഉണ്ട്. മോത്തി, ഒരു മിനിറ്റ്. രാവിലെ ഈ സ്ഥലത്തുണ്ടായിരുന്ന സർക്കിൾ ഇൻസ്പെക്ടർ സംസാരിക്കുന്നുണ്ട്. മുകളിൽ ഇതൊരു മയിലാടിപ്പാറേൻ്റെ ഒരു വശമാണ്. അപ്പോൾ അവിടെ ഒരു കുന്നും പ്രദേശമാണ്. അപ്പോൾ അവിടെ ആദ്യം ചെറിയൊരു കുളം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്നാണ് ഈ വെള്ളം വരുന്നതെന്നാണ് മനസ്സിലാവുന്നത്. മറ്റ് മലവെള്ളപ്പാച്ചിലാവാനുള്ള ചാൻസ് വളരെ കുറവാണ്. അതൊരു സംവിധാനം ചെയ്യുന്നുണ്ട്. അത് റവന്യൂ അധികാരികളോട് ചെയ്തിട്ട് ചെളി ആദ്യം വന്നത് ചെളിയാണ്. ചെളി വന്ന റോഡിൽ കൂടി പറഞ്ഞു ഒഴുകിയിരുന്നു. അന്നേരം നമ്മൾ ചെളിയെല്ലാം കൂടി റോഡ് സൈഡിലേക്ക് മാറ്റി JCB കൊണ്ട് മാറ്റിയിരുന്നു. പിന്നീടാണ് വെള്ളം വന്ന് ക്ലിയർ ആയി. രാവിലെ വരുമ്പോഴൊരു സീൻ എന്താണ്? രാവിലെ വരുമ്പം മണ്ണും പാറകളെല്ലാം വന്ന് റോഡിൽ നിന്ന് ശരിക്കും വണ്ടി പോകാൻ കഴിയാത്തൊരവസ്ഥയാണ്. നന്നായിട്ട് വെള്ളവും വരുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് ഇപ്പോൾ ഇങ്ങനെ ക്ലിയർ ആയി വരുന്നത്. JCB വരുന്നുണ്ട്, ക്ലിയർ ചെയ്യുന്നുണ്ട്. മുകളിലേക്ക് എന്തെങ്കിലും പരിശോധന നടത്തണ്ടേ? പരിശോധിക്കണം, തീർച്ചയായും പരിശോധിക്കും. ശരി. കൽപ്പറ്റ സർക്കിൾ ഇൻസ്പെക്ടർ ജയപ്രകാശാണ് സംസാരിച്ചത്. അദ്ദേഹം രാവിലെ 2 മണിക്ക് സംഭവം ഉണ്ടായപ്പോൾ ഇവിടെ ആദ്യം എത്തിയ ആളാണ്. ആ സമയത്ത് എന്താണ് സംഭവിച്ചതെന്ന് അദ്ദേഹം പറയുകയായിരുന്നു. എന്താണെങ്കിലും നിലവിൽ ഒരു ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. മുകളിൽ എന്ത് സംഭവിച്ചു എന്നത് സംബന്ധിച്ച് ചെയർമാനും CI ഒക്കെ പറഞ്ഞതുപോലെ കൃത്യമായൊരു ഉറപ്പില്ല. പക്ഷേ ഈ വെള്ളക്കെട്ട് മുകളിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. നേരത്തെ ഒരു കരിങ്കൽ കോറിയൊക്കെ ഉണ്ടായിരുന്നു. അത്തരത്തിൽ മുകളിൽ ഒരു തടാകം പോലെ ചെറിയ രീതിയിൽ കുളം പോലെയൊക്കെ വെള്ളം നിൽക്കുന്നുണ്ടായിരുന്നു. അത് ഏതെങ്കിലും രീതിയിൽ പൊട്ടി താഴേക്ക് ഒഴുകിയതാകാനുള്ളൊരു സാധ്യതയാണ്. വഴിയിലുള്ള പാറയും മണ്ണുമൊക്കെ ഒപ്പം ഒലിച്ചു വന്നിട്ടുണ്ടാകാം. അതല്ലാതെ ഒരു ഉരുൾപൊട്ടലാണോ മുകളിൽ ഉണ്ടായത് എന്നതിന് ഇപ്പോഴും സ്ഥിരീകരണമില്ല. അത്തരത്തിൽ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടാകുന്ന ഒരു മേഖലയുമല്ല. മുമ്പ് പ്രളയകാലത്തൊക്കെ മണ്ണിടിച്ചിലുണ്ടായി. അന്നാണ് മുകളിൽ ഒരു കോളനി ഉണ്ടായിരുന്നു. കർണാടക സ്വദേശികളായ ആളുകളൊക്കെ മുകളിൽ ഒരു കോളനിയിൽ താമസിച്ചിരുന്നു. അവരെയൊക്കെ ജില്ലാ ഭരണകൂടം അവിടെ നിന്ന് മാറ്റി പാർപ്പിച്ചു. അത് 2018-ലെയും 19-ലെയും ഒക്കെ സാഹചര്യത്തിലാണ് അന്ന് ആളുകളെ മാറ്റിയത്. നിലവിൽ ജനവാസമില്ല. പക്ഷേ അല്പസമയം കഴിഞ്ഞ് മാത്രമേ നമുക്ക് എന്താണ് മുകളിൽ സംഭവിച്ചത് എന്ന് വ്യക്തമാവുകയുള്ളൂ. റോഡ് ഇപ്പോൾ ഏറെ കുറെ ക്ലിയർ ആയി കഴിഞ്ഞു. ബൈപ്പാസിലൂടെ തന്നെ ഗതാഗതം ഉണ്ട്. പക്ഷേ നമുക്ക് മോത്തി ഒരു ദൃശ്യം കാണാനുള്ളത് വെള്ളം ഒഴുകിയ പാട് കാണാം. അത്രയും ഉയരത്തിൽ റോഡിലൂടെ വെള്ളം പുലർച്ചെ ഒഴുകിയിരുന്നു. ഈ പുല്ലൊക്കെ സൈഡിലേക്ക് മാറിയത് കാണാം. അതാ നീരൊഴുക്ക് അത്രയും ഉയരത്തിൽ ഉണ്ടായിരുന്നുവെന്ന് ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ഈ ബൈപ്പാസ് വഴി മഴക്കാലത്ത് വലിയ രീതിയിൽ വെള്ളം ഒഴുകി വരാറുണ്ട്. പക്ഷേ ഇതുപോലെ ഒരു വെള്ളപ്പാച്ചിൽ മുമ്പുണ്ടായിട്ടില്ല. പ്രളയകാലത്തൊക്കെയാണ് ഇതിന് മുൻപ് സമാനമായ സാഹചര്യം ഉണ്ടായിരുന്നത്. മോത്തി, കമലി കുത്തി ഒലിച്ചു വന്ന വെള്ളത്തിനൊപ്പം പാറയും മണ്ണും ഒക്കെ ഒലിച്ച് റോഡിലേക്ക് വന്നിട്ടുണ്ടാവും. അതും ഇതിനോടകം നീക്കം ചെയ്തു അല്ലേ? മോത്തി, പുലർച്ചെ തന്നെ പോലീസ് സ്ഥലത്തെത്തി. അതുപോലെ ഫയർഫോഴ്സും പോലീസും ഒക്കെ ചേർന്ന് JCB ഒക്കെ ഉപയോഗിച്ച് റോഡ് ക്ലിയർ ചെയ്തു. പുലർച്ചെ ഒരു 3 മണിയോടെ ഈ ബൈപ്പാസ് എനിക്ക് പിന്നിൽ കുറച്ച് ദൂരം പോയാൽ ബൈപ്പാസ് പ്രധാന ദേശീയപാതയിലേക്ക് ചേരുന്ന ജംഗ്ഷനാണ്. കൈനാട്ടി ജംഗ്ഷനാണ്. ആ ജംഗ്ഷൻ അടക്കം ബ്ലോക്കായിരുന്നു. അതായത് ദേശീയപാത ബൈപ്പാസും ദേശീയപാതയും അടക്കം ബ്ലോക്കാകുന്ന സ്ഥിതി ഉണ്ടായിരുന്നു പുലർച്ചെ. പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ പോലീസൊക്കെ ഇടപെട്ട് ഗതാഗതം പുനഃസ്ഥാപിച്ചു. ചെളിയൊക്കെ JCB ഉപയോഗിച്ച് കോരി മാറ്റി. നമ്മളിവിടെ വരുന്ന സമയത്ത് കുറച്ച് പാറക്കല്ലുകൾ കൂടി ഈ റോഡിൽ, നമ്മളിപ്പോൾ ദൃശ്യത്തിൽ കാണുന്ന റോഡിൽ പാറക്കല്ലുകൾ ഉണ്ടായിരുന്നു. അത് അല്പസമയം മുമ്പ് ഫയർഫോഴ്സ് എത്തി മാറ്റി. ഇപ്പോഴും ഫയർഫോഴ്സാണ് റോഡിലുള്ളത്. അവർ പാറക്കല്ലുകളൊക്കെ എടുത്തു മാറ്റി. ബാക്കിയുള്ള ഒരു തടസ്സം കൂടി നീക്കിയിട്ടുണ്ട്. റോഡ് ഈ ഭാഗം, ഞാനിപ്പോൾ നിൽക്കുന്ന ഭാഗം കോൺക്രീറ്റ് ചെയ്ത ഭാഗമാണ്. ഈ കോൺക്രീറ്റ് തീർന്ന് ടാറിങ് തുടങ്ങുന്ന ഭാഗത്ത് റോഡ് കുത്തിയൊലിച്ചു പോയിട്ടുണ്ട്. പക്ഷേ അത് ഗതാഗതത്തിന് തടസ്സമൊന്നും ഇല്ല. സുഗമമായി വാഹനങ്ങൾ പോകുന്ന സാഹചര്യമുണ്ട്. എന്തായാലും മഴയുടെ ശക്തിയും കുറഞ്ഞിട്ടുണ്ട്. ഇടവിട്ട് മാത്രമാണ് മഴ പെയ്യുന്നത്. മോത്തി, തൊട്ട് പരിസരത്തൊക്കെ താമസക്കാരുണ്ടോ? ഈ വെള്ളം കുത്തിയൊലിച്ചു പോയത്, വെള്ളവും പാറയും ഒക്കെ അടക്കം കുത്തിയൊലിച്ചു പോയത് കൊണ്ട് അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ? മോത്തി, ഇത് റോഡിലൂടെ തന്നെയാണ് ഒഴുകിയത്. നമ്മൾ ആ കണ്ട വെള്ളം ഒഴുകി റോഡിലെത്തിയ ശേഷം പിന്നീട് 2 ഭാഗത്തുമുള്ള അഴുക്കുചാലിലൂടെയും ആ റോഡിൻ്റെ ഓടയിലൂടെയും ഒക്കെയാണ് വെള്ളം കുത്തിയൊലിച്ചത്. റോഡിന് മുകളിലൂടെയും ഒഴുകി. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും വീട്ടുകാർക്ക് ഈ വെള്ളപ്പാച്ചിൽ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടില്ല. ഇതിന് മുകൾ ഭാഗത്തേക്ക് വീടുകളുമില്ല. റോഡിലെത്തിയ ശേഷം ദേശീയപാതയിലൂടെ തന്നെയാണ് വെള്ളം കുത്തിയൊലിച്ച് ഒഴുകിയത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ആ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടായില്ല. രാവിലെ അല്പനേരം ഗതാഗത തടസ്സം ഉണ്ടായി എന്നുള്ളതൊഴിച്ചാൽ. ശരി.